നിസ്സാരഭാവത്തിൽ അപ്പൻഡിക്സ് നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരും അതിന് വിധേയരാകേണ്ടി വരുന്ന രോഗികളും ശ്രദ്ധിക്കുക. അപ്പൻഡിക്സ് സുപ്രധാനമായ അവയവമാണെന്നാണ് ഏറ്റവും പുതിയ സയൻറ്റിഫിക് റിസർച്ച് തെളിയിക്കുന്നത്. നമ്മുടെ വൻകുടലുമായി ബന്ധിച്ചിരിക്കുന്ന വിരൽ പോലുള്ളൊരു ചെറിയ അവയവമാണ് അപ്പൻഡിക്സ്. അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം ഈ ഭാഗത്തുണ്ടാകുന്ന വീക്കമാണ്. ഇതുവരെ ഡോക്ടർമാർ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചത് അപ്പൻഡിക്സ് ആവശ്യമില്ലാത്തൊരു വളർച്ച മാത്രമാണ്, അത് പരിണാമദശയിൽ നഷ്ടപ്പെട്ടു പോകാതെ അവശേഷിച്ചൊരു ഭാഗമാണ്, അത് നീക്കം ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണ്. എന്നാൽ ശാസ്ത്രം ഈ തെറ്റായ വിശ്വാസത്തെ തിരുത്തുകയാണ്. അമേരിക്കയിലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെയും മിഡ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെയും ശാസ്ത്രജ്ഞർ തെളിയിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയും കുടലിലെ ഗുണകരമായ സൂക്ഷ്മാണുക്കളെയും സംരക്ഷിച്ച് ആരോഗ്യത്തെ നിലനിർത്തുന്നതിൽ അപ്പൻഡിക്സ് എന്ന അവയവത്തിന് സുപ്രധാനമായ പങ്ക് വഹിക്കാനുള്ളതാണ്. ഇമ്മ്യൂണോളജിസ്റ്റായ ഡോക്ടർ ബിൽ പാർക്കറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തിയത്. മിഡ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ഹീതർ എഫ് സ്മിത്താണ്. ജേണൽ ഓഫ് അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ 2024 തന്നെ അപ്പൻഡിക്സിനെ കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാട് ശാസ്ത്രം തിരുത്തുന്നതായി പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുടലിലെ മിത്ര ബാക്ടീരിയകളുടെ സുരക്ഷിത ഭവനം ആണ് അപ്പൻഡിക്സ് എന്നാണ് പുതിയ കണ്ടെത്തൽ. വയറിളക്ക രോഗം അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം തുടങ്ങിയ സന്ദർഭങ്ങളിൽ കുടലിലുള്ള മിത്ര ബാക്ടീരിയകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിത്ര ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിച്ച് കുടലിലെ സൂക്ഷ്മാണു സംഘാതത്തെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന വളരെ സുപ്രധാനമായ അവയവമായി അപ്പൻഡിക്സ് മാറിയിരിക്കുകയാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നതിനും ദഹന വ്യവസ്ഥയ്ക്കും മൊത്തം ആരോഗ്യ സംരക്ഷണത്തിനും മിത്ര ബാക്ടീരിയകളുടെ സാന്നിധ്യം ആവശ്യമാണ്. ഈ കണ്ടുപിടുത്തത്തോടെ ഒരു അവയവം എന്ന പദവി പോലും നിഷേധിക്കപ്പെട്ട അപ്പൻഡിക്സിന് സമുന്നതമായ പദവി ലഭിച്ചിരിക്കുകയാണ്. നാഡീകോശങ്ങളുടെ ശേഖരമാണ് അപ്പൻഡിക്സ്. ദഹന വ്യവസ്ഥയുടെ നാഡീനിയന്ത്രണ കേന്ദ്രമാണിത്. കുടലിലെ രണ്ടാം മസ്തിഷ്കം എന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതിനാൽ അപ്പൻഡിക്സ് നിഷ്ക്രിയവും അനാവശ്യവുമായ സാധനമല്ല. പ്രശസ്ത ശാസ്ത്ര ലേഖകനായ നെയിൽ ഡിഗ്രാസ് ടൈസൺ വിശദീകരിക്കുന്നത് അപ്പൻഡിക്സിൽ 200 ദശലക്ഷത്തിലധികം ന്യൂറോണുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഇത് സ്പൈനൽ കോഡിലുള്ളതിലും കൂടുതലാണ്. ശരീരവിവരങ്ങളെ സ്വതന്ത്രമായി പ്രോസസ്സ് ചെയ്യാൻ ഇവയ്ക്ക് കഴിയും. ഏറ്റവും പുതിയ ഇമേജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് അപ്പൻഡിക്സ് എത്രമാത്രം പ്രാധാന്യമുള്ള അവയവമാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അണുബാധയുണ്ടാകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് നാഡീവ്യവസ്ഥയുടെ സഹായമില്ലാതെ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയും. കുടലും തലച്ചോറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പൻഡിക്സ് നീക്കം ചെയ്യപ്പെട്ട രോഗികൾക്ക് ഈ ബന്ധം മൂലമുള്ള ഗുണഫലങ്ങൾ നഷ്ടമാകുന്നു. അവരുടെ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം മന്ദഗതിയിലായിത്തീരുന്നു. കുടലിലെ രോഗബാധയെ ചെറുക്കാനുള്ള ശേഷി തന്നെ അവർക്ക് നഷ്ടമാകുന്നു. പിൽക്കാലത്ത് പലതരം അസ്വാസ്ഥ്യങ്ങൾ അവരെ ബാധിക്കുന്നു. കഴിഞ്ഞ 100 വർഷങ്ങളായി മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ തെറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഇനി നിസ്സാരഭാവത്തിൽ അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നതിനേക്കാൾ അതിനെ എങ്ങനെ നിലനിർത്താമെന്നതായിരിക്കും പുതിയ വെല്ലുവിളി. ഈ ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ കുടലിലെ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ കാര്യത്തിൽ മിത്ര ബാക്ടീരിയകളുടെ പ്രാധാന്യം കൂടുതൽ ശ്രദ്ധ ആർജിക്കുകയാണ്. കുട്ടിക്കാലത്ത് രോഗത്തെ പ്രതിരോധിക്കുന്ന ചിലയിനം വെളുത്ത രക്തകോശങ്ങൾ WBC വളർന്ന് പക്വമാകുന്നതിനെ സഹായിക്കുക എന്ന റോളും ഈ അവയവം വഹിക്കുന്നുണ്ട്. ലിംഫോയിഡ് കോശവ്യൂഹത്തിൻ്റെ സമ്പന്നമായ കലവറയാണ് ഇത്. അവയാണ് പ്രതിരോധശേഷി നൽകുന്ന ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കോശസംഘാതം ആൻറ്റിബോഡികൾ നിർമ്മിച്ച് നമ്മെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. സെല്ലുലോസ് ദഹിപ്പിക്കുന്നതിൽ അപ്പൻഡിക്സ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സസ്യങ്ങളുടെ കോശങ്ങളിലെ സങ്കീർണമായ ഒരുതരം കാർബോഹൈഡ്രേറ്റാണിത്. അപ്പൻഡിക്സ് ഇല്ലെങ്കിൽ ഇതിനെ വിഘടിപ്പിച്ച് ദഹിപ്പിക്കാനാവില്ല. സെല്ലുലോസിനെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ അവയവമാണ്. അപ്പൻഡിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ലിംഫോസൈറ്റ്സ് എന്ന പ്രതിരോധ കോശങ്ങളും പ്ലാസ്മ സെല്ലുകളും ചേർന്നാണ് ശരീരം രോഗങ്ങൾ ചെറുക്കുന്നത്. ബാല്യ കൗമാരഘട്ടങ്ങളിൽ അപ്പൻഡിക്സിൻ്റെ പ്രവർത്തനം നിർണായകമാണെന്ന് ശാസ്ത്രം പറയുന്നു. നന്ദി.